നിങ്ങളുടെ ആദ്യത്തെ ജോബിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ആദ്യം ലഭിക്കുന്ന നിങ്ങളുടെ ജോലി അത് ഏത് രീതിയിലായിരിക്കണം എന്ന ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. മെയിനായിട്ടും രണ്ട് തലത്തിലാണ്. ഒരു തലം എന്നുള്ളത് സാലറി, ശമ്പളം, റെമ്യൂണറേഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ്, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്ക്സ്, ഇത് നോക്കണോ? അതല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ആ ജോബിൽ കൂടി പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത ഗ്രാജുവേഷൻ, അതുമായി കണക്റ്റഡായ ഒരു ജോലി, അതോടൊപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, അങ്ങനെയുള്ള ജോബാണോ നോക്കേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ ഫ്രഷറായിട്ട് കയറുന്ന ജോലിയുടെ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു ജോലി അനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന നിങ്ങളുടെ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗ്രാജുവേഷനുമായി കണക്റ്റ് ചെയ്യുന്ന, റിലേറ്റ് ആകുന്ന ഒരു ജോലി എടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ ജോലിയിൽ നല്ല രീതിയിലുള്ള പഠനം, അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ്, അങ്ങനെ ലഭിക്കുന്ന ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല, മറിച്ച് ജോലി ചെയ്യുന്നതിൽ കൂടി കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഉള്ള ജോബ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടേമിൽ വളരെ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയും കാര്യവും ജീവിത കാര്യങ്ങളുമൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ ആദ്യത്തെ ജോബിൽ തന്നെ സാലറിയും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് മുൻഗണന നൽകി പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോബ് ഒന്നുകിൽ ഗ്രാജുവേഷനുമായി കണക്റ്റഡ് ആയിരിക്കില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കില്ല. അങ്ങനെ ലഭിക്കുന്ന ആ ജോലി തന്നെ വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാനുള്ള അവസരവും ചിലപ്പോൾ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് വലിയ MNCകളിൽ മറ്റും ജോലി ആദ്യം തന്നെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോബ്, നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്നുള്ളത് ഓൺലി എ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഒരു പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും. ചെറിയൊരു കമ്പനിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ പണിയുടെ പല തലങ്ങൾ, ആ ജോബിൻ്റെ പല മേഖലകൾ പഠിച്ചെടുക്കാനുള്ള അവസരം ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. സോ അങ്ങനെയുള്ള ഒരു ചോയ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോയ്സിലേക്ക് പോകുമ്പോൾ ലോങ് ടേം ബെനിഫിറ്റിനേക്കാളും ഷോർട്ട് ടേം ബെനിഫിറ്റ് ആയിരിക്കും പലപ്പോഴും ലഭിക്കുന്നത്. പിന്നീട് കരിയറിൻ്റെ മിഡ് ലെവലിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് പിന്നീട് ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ മേഖല തന്നെ മാറ്റിപ്പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നത്. സോ ശ്രദ്ധിക്കുക, ആദ്യത്തെ ജോബ് എന്നുള്ളത് റിലേറ്റഡ് ടു യുവർ എഡ്യൂക്കേഷൻ, റിലേറ്റഡ് ടു യുവർ കരിയർ പ്ലാൻ, അതോടൊപ്പം ലോങ് ടേമിൽ എന്താകണം എന്ന് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജോബ് സെലക്ട് ചെയ്യുക.